ആലക്കോട് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കന്നിക്കാട്ട് കർഷക സഭ ഉദ്ഘാടനം ചെയ്തു. കർഷകർക്ക് നടീൽ വസ്തുക്കൾ വാങ്ങുന്നതിനും സൗകര്യമൊരുക്കിയിരുന്നു. ആലക്കോട് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. 2024-25 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള പരിപാടി ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കന്നിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ഓരോ വർഷവും അവരുടെ വാർഷിക പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കുന്നത് കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC ആയിഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അഞ്ജു M സണ്ണി സ്വാഗതം പറഞ്ഞു. കർഷകരുടെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നദീവസ്തുക്കൾ ഇവിടെ ലഭ്യമായിട്ട് വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പരിപാടി കഴിയുന്ന എല്ലാവരും വാങ്ങി അവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി കർഷകർ ഉൽപ്പാദിപ്പിച്ച നടീൽ വസ്തുക്കളുടെയും ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയും നടന്നു. കാർഷിക വിളകളിലെ രോഗകീട നിയന്ത്രണം എന്ന വിഷയത്തിൽ കണ്ണൂർ കൃഷി വിജ്ഞാൻ കേന്ദ്രം പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ജയരാജ്, അസിസ്റ്റന്റ് പ്രൊഫസർമാരായ റെനീഷ, മഞ്ജു എന്നിവർ ക്ലാസ് നയിച്ച് കർഷകരുമായി സംവദിച്ചു. രോഗബാധയും കാലാവസ്ഥാ വ്യതിയാനമൊക്കെ വളരെ പെട്ടെന്ന് കൃഷിയെ സ്വാധീനിക്കാൻ കാരണമാണ്. ഒന്നുകൂടി ഞാൻ പറയാം, അധിക സാന്ദ്രത, കുറഞ്ഞ ജൈവാംശം, സസ്യപോഷക മൂലമുള്ള അഭാവം. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ P ഭാർഗവൻ നന്ദി പറഞ്ഞു. അപ്പൊ ഇത് നമ്മൾ കൃത്യമായിട്ട് ഇറിഗേഷൻ വേനൽ തുടങ്ങുന്ന സമയത്ത് ഇറിഗേഷൻ എല്ലാത്തിനും വളരെ കൃത്യമായിട്ട്, അതുപോലെ ശാസ്ത്രീയമായ രീതിയിലുള്ള രാസവള പ്രയോഗവും കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരുന്നതാണ്. ആദ്യകാലത്തൊക്കെ തന്നെ തെങ്ങിന് ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.